ക്യാൻവാസുകളിൽ മാത്രമല്ല, മുന്നിൽ കിട്ടുന്ന ഏതൊരു പ്രതലത്തിലും അതിഗംഭീരമായ മനോഹരമായ ചിത്രങ്ങൾ രചിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചിത്രകാരിയാണ്. മണലിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കുട്ടിക്കാലത്ത് മുറ്റത്തെ മണലിലും വെറും മണ്ണിലുമൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകും നമ്മളൊക്കെ. കുട്ടികൾക്ക് എന്നും ഇഷ്ടമാണ് മണലിലും മണ്ണിലുമുള്ള ചിത്രരചന. തലമുറകൾ എത്ര കഴിഞ്ഞാലും അത്തരം ചില ഇഷ്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും. അങ്ങനെ മണലിൽ ചിത്രങ്ങൾ വരഞ്ഞ പലരും പിന്നീട് ലോകമറിയുന്ന ചിത്രകാരനോ ചിത്രകാരിയോ ആയി മാറിയേക്കാം. മണലിൽ തന്നെ ചിത്രങ്ങൾ രചിച്ച് പ്രസിദ്ധയായി മാറിയിരിക്കുന്നു. ചിത്രങ്ങൾ മാത്രമല്ല, ഒരു ചലച്ചിത്രമോ സുന്ദരമായ ഒരു അനിമേഷൻ സിനിമയോ കാണുന്നത് പോലെ ആസ്വദിക്കാം. പഠനകാലത്ത് കോളേജിലെ പരിപാടികൾക്ക് മണൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയതാണ്. ഹോബി മാത്രമായിരുന്നുവെങ്കിൽ ദുബായിലെത്തിയതിനു ശേഷം മണൽ ചിത്രരചനയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സാൻഡ് ആർട്ടിലോട്ട് കടന്നത് 2015-ലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇതുപോലെ കോളേജിലൊരു പ്രോഗ്രാമിന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ അത് ഹിറ്റായി. അങ്ങനെ ആൾക്കാർ അറിഞ്ഞ് ഓരോരുത്തർ ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ, കോളേജിൽ, പിന്നെ വെഡ്ഡിങ്സിനൊക്കെ. പിന്നെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ കൂടുതലും കോർപ്പറേറ്റ് ഈവൻസിനാണ് ഉപയോഗിക്കാറ്. പ്രശസ്തമായ ഒരു കമ്പനിയുടെ ലോഗോ ലോഞ്ചിനോടനുബന്ധിച്ചാണ് ഇങ്ങനൊരു പ്രകടനത്തിന് ആദ്യ അവസരം ലഭിക്കുന്നത്. ആ ഒറ്റ പരിപാടിയോടെ തിരക്കുള്ള ഒരു മണൽ ചിത്ര കലാകാരിയായി മാറിക്കഴിഞ്ഞു. ലോകത്തിന്റെ തന്നെ ആകർഷണങ്ങളായ ദുബായിലെ ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ് എന്നിവയൊക്കെ സുന്ദരമായ മണൽ ചിത്രങ്ങളായി. പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിൽ രചനകൾക്ക് ആസ്വാദകർ ഏറെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വരയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. ആ ടെക്നിക്ക് മനസ്സിലായാൽ മതി. ഒരു ഷാഡോ ഇഫക്റ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് മണൽ ഷാഡോ വെച്ചിട്ടായിരിക്കും ഇത് വരയ്ക്കുന്നത്. ലൈറ്റ് വരുമ്പോഴേക്കും മണൽ വീഴുന്നിടത്ത് ഷാഡോ വന്നിട്ടാണ് ഇത് ഒരു ഇമേജ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ വരയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇതിലും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് ദുബായിൽ നടക്കുന്ന ചെറുതും വലുതുമായ നിരവധി പരിപാടികൾക്ക് ചിത്രരചന നടത്താറുണ്ട്. പരിപാടിയുടെ ആശയത്തിനോട് യോജിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ബോക്സിൽ പ്രകാശവിന്യാസം നടത്തിയാണ് മണൽ ചിത്രങ്ങൾക്കുള്ള സംവിധാനം ഒരുക്കുന്നത്. കടലോരത്തു നിന്നും മരുഭൂമികളിൽ നിന്നും ശേഖരിക്കുന്ന മണൽ പലയാവർത്തി അരിച്ചെടുത്ത് മാലിന്യമെല്ലാം കളഞ്ഞതിനു ശേഷമാണ് ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്നത്. മണല് ഡെസേർട്ടിൽ പോയി എടുക്കുക, അരിച്ചെടുക്കുക. ഒത്തിരി ഫൈൻ ആവാൻ പാടില്ല. ഒത്തിരി ഫൈനായാൽ നമുക്ക് കിട്ടത്തില്ല. സ്ക്രീനിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. വെറും ചിത്രങ്ങൾ മാത്രമല്ല, മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു ചലച്ചിത്രം പോലെ ആസ്വദിക്കാവുന്ന രീതിയിൽ സ്ക്രിപ്റ്റിന് അനുസരിച്ചുള്ള ചിത്രരചനകളുണ്ട്. സ്ഥാപനങ്ങളുടെ വാർഷികം, ലോഗോ ലോഞ്ച്, പ്രത്യേക ആശയത്തിലുള്ള പരിപാടികൾ എന്നിവയ്ക്ക് ആ ശൈലിയാണ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. ആദ്യം ചെയ്യുമ്പോൾ എന്തായാലും സമയത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം എൻ്റെ ബേസ് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, ബേസ് ലൈൻ പ്രിപ്പയർ ചെയ്യുക. അതിപ്പോൾ ചിലപ്പോൾ നല്ല ടൈം എടുക്കും. പിന്നെ അതിപ്പം എനിക്ക് തരുന്നത് 15 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 30 മിനിറ്റ്സ് ആയിരിക്കും. അതിങ്ങനെ ഒന്നെങ്കിൽ ഞാൻ സ്പീഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അൺറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറേസ് ചെയ്ത് കളയും. അങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കും. പിന്നെ മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കും. 15 മിനിറ്റ്സിനുള്ളിൽ കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാക്സിമം സ്പീഡപ്പ് ആക്കാൻ നോക്കും. ടൈം വേണം, നല്ലതായിട്ട് പ്രാക്ടീസ് വേണം.